സോ കമ്പ്യൂട്ടർ സയൻസിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ, കമ്പ്യൂട്ടർ സയൻസിന് പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൺ വേർഡ് നിങ്ങൾ അതുപോലെ തന്നെ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ 2 മാർക്ക് 3 മാർക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ 2 വരി 3 വരി മാത്രം എഴുതി കൊടുത്തുകൊണ്ട് പരീക്ഷയ്ക്ക് എണീറ്റ് പോരുന്ന പരിപാടി നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കൂടുള്ളൂ. കുറച്ചും കൂടെ കണ്ടൻറ്റ് എഴുതി കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പരീക്ഷ ആളിൽ നിന്ന് വിട്ട് എഴുന്നേറ്റ് പോരാൻ പാടുള്ളൂ. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രോഗ്രാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുക ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പ്രോഗ്രാം എഴുതാൻ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുക. ഇനി ഒരു നിലക്കും ഇനി കഴിയൂല സാറേ, പ്രോഗ്രാം എഴുതാൻ പഠിക്കാനുള്ള സമയമൊന്നും ഇല്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിയൂല എന്നുണ്ടെങ്കിൽ അതിൽ മെനക്കെടാതിരിക്കുക. നമ്മളുടെ തിയറി പോർഷൻ കംപ്ലീറ്റ് പക്ക റെഡിയാക്കിയിട്ട് നിങ്ങൾ പോവുക. അങ്ങനെ പോയാൽ പോലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് ഏറിപ്പോയ 1-2 ക്വസ്റ്റ്യൻസ് ആണ് വരിക. നമുക്ക് തൊട്ടപ്പുറത്ത് വേറെ ഒരു ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പുറത്തുണ്ടാവും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതിയാവും. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ്ഡ് ടു ചേഞ്ച് ദ നോർമൽ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ നോർമൽ സീക്വൻഷ്യൽ ഫ്ലോനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ്ഡ് ടു ചേഞ്ച് ദ നോർമൽ സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം. 2 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ്, രണ്ടാമത്തതാണ് ഐട്രേഷൻ, മറ്റൊരു പേരാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണ് പേര് വിളിക്കുക? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പേര് വിളിക്കും. നമുക്ക് ഓരോരുത്തരെയും കുറിച്ച് നോക്കാം. ഫസ്റ്റത്തെ ആളാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന ആളാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഫസ്റ്റ് വരുന്നതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ആരാടാ? ഇഫ്. മക്കളെ, ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനുള്ള ആളുകളാണ് ഈ കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിലും പഠിക്കാനുള്ള ആളുകളാണ് ഇഫ്, ഇഫ് എൽസ് ഇഫ് ലാഡർ, സ്വിച്ച്, ഫോർ, വൈൽ, ഡു വൈൽ. 7 പേരെ കുറിച്ച് പഠിക്കാനുണ്ട്. ഈ 7 പേരുടെയും സിൻടാക്സും എക്സാമ്പിളും സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പ്രോഗ്രാമിന് നിങ്ങൾക്ക് എക്സെപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്തിട്ട് പോകരുത്. എല്ലാം കൂടെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് അവസാനം സാറേ നിങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒഴിവാക്കി എന്നിട്ട് ഞങ്ങൾക്ക് മാർക്ക് പറഞ്ഞല്ലോ എന്നുള്ള വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഓക്കെ ആണല്ലോ? സോ നമ്മൾ നേരെ സിൻടാക്സ് നോക്കാം. ഫസ്റ്റ് തന്നെ എന്തിൻ്റെ സിൻടാക്സ് ആണ്? ഈഫിൻ്റെ സിൻടാക്സ് ആണ്. എല്ലാത്തിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരാളുണ്ടാവും, ടെസ്റ്റ് എക്സ്പ്രഷൻ. എന്താണ് പേര്? ടെസ്റ്റ് എക്സ്പ്രഷൻ. പഴയ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടീഷൻ എന്നായിരുന്നു. അങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത്? ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അത് നോക്കിയാടാ, മാർക്ക് 18നേക്കാൾ കൂടുതലാണെങ്കിൽ അല്ലേ പാസ്സാവുക. അപ്പോൾ നമ്മൾ കണ്ടീഷൻ കൊടുത്തു, ഈ മാർക്കിൻ്റെ വാല്യൂ 18നേക്കാൾ കൂടുതലോ ഈക്വൽ ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം? പാസ്ഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ സി ഔട്ട് ഇട്ടുകൊണ്ട് പാസ്ഡ് എന്ന് കൊടുത്തു. അപ്പോൾ മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, 18നേക്കാൾ കുറവാണെങ്കിൽ അവൻ ഫെയിൽ അല്ലേ? അപ്പോൾ ഫെയിൽ എന്ന് പ്രിൻറ്റ് ചെയ്യണ്ടേ? പ്രിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ആരുള്ളത്? ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പരിപാടി എന്താ? ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇതെന്ത് സ്റ്റേറ്റ്മെൻറ്റാ? ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ആ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും? ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ഇവിടെ നോക്കിയാടാ, മാർക്ക് 18നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യണം? പാസ്ഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്നുള്ളതിനാണ് നമ്മൾ എൽസ് കൊടുക്കുക. എൽസ് എന്ന് പറഞ്ഞിട്ട് ഫെയിൽഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ C++ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അവസാനം എന്തിട്ടിരിക്കണം? സെമി കോളൻ ഇട്ടിരിക്കണം. എൽസിൻ്റെയും ഇഫിൻ്റെയും അവസാനം കൊണ്ടായിട്ട് എന്തിടാൻ നിൽക്കരുത്? സെമി കോളൻ ഇടാൻ നിൽക്കരുത്. എന്തുകൊണ്ട് ഇടരുത്? ഇഫ് ഇവിടെ തീർന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ താഴെയുള്ള സാധനം കൂടെ കഴിഞ്ഞാലല്ലേ ഇത് തീരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സെമി കോളൻ ഇടാതെ ഇവിടെ സെമി കോളൻ ഇട്ടത്. എൽസ് ഇവിടെ തീരുന്നുണ്ടോ? ഇല്ല. ഈ സാധനം കൂടെ തീരുന്നോട് കൂടിയാണ് എൽസ് തീരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സെമി കോളൻ ഇടാതെ ഇവിടെ സെമി കോളൻ ഇട്ടത്. ക്ലിയർ ആണല്ലോ? അടുത്താണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. അതായത് നിങ്ങൾക്ക് പോകണം, ചെക്ക് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിലുള്ളതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തു, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിലുള്ള സാധനം നിങ്ങൾ ഇവിടെ കൊടുക്കും. ഇനി അതല്ലെങ്കിലോ? അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യുക. എൽസിൻ്റെ കൂടെ വീണ്ടും ഒരു ഇഫും കൂടെ ഇട്ട് കൊടുത്തു അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കും. അതല്ലെങ്കിലോ വീണ്ടും നമ്മൾ അടുത്ത ഇഫ് ഇടും, എൽസ് ഇഫ്. ക്ലിയർ ആണല്ലോ? അങ്ങനെ പോയിട്ട് ഏറ്റവും അവസാനം എൽസ് വെച്ച് അവസാനിപ്പിക്കുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയാടാ. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്തു? എ ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്തു. 80നേക്കാൾ കൂടുതലുള്ള എല്ലാ മാർക്കിനും എ ഗ്രേഡാണ്. ഇനി അതല്ല 60നേക്കാൾ കൂടുതലാണെങ്കിലോ, 80നും 60ൻ്റെ ഇടയിലാണെങ്കിൽ 80നേക്കാൾ കൂടുതലുള്ളവരൊക്കെ എവിടെ പോകും? ഇവിടെ പോകും. അപ്പോൾ 80നേക്കാൾ താഴെ ഉള്ളവന് മാത്രമേ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. ഇവിടെ എന്താ ഉള്ളത്? എൽസ് ഇഫ്. അല്ലെങ്കിൽ എന്നുള്ളത് 80നേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. അവിടെ എന്താ പറയുന്നത്? മാർക്ക് 60നേക്കാൾ കൂടുതലാണെങ്കിൽ. അപ്പോൾ ഒരു കുട്ടിയുടെ മാർക്ക് 72 ആണെങ്കിൽ കുട്ടി എന്ത് പ്രിൻറ്റ് ചെയ്യും? സി ഔട്ട് ബി ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. പിന്നെ തൊട്ട് താഴെ എന്താ കൊടുത്തുള്ളത്? എൽസ് ഇഫ്. അല്ലെങ്കിൽ എന്നാ. അപ്പോൾ ഇതും അല്ലെങ്കിൽ മാത്രമാണ് ഇവിടെ റൺ ചെയ്യുക. ഇവിടെ ചെക്ക് ചെയ്യും 40നേക്കാൾ കൂടുതലാണോ? ആണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യും? സി ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും.
അല്ലെങ്കിൽ മാത്രമാണ് എങ്ങോട്ട് ഇറങ്ങുക, താഴോട്ട് ഇറങ്ങുക. താഴെ എന്താ പറഞ്ഞിട്ടുള്ളത്, എന്ത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, ഡിഗ്രേഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, 40നേക്കാൾ ചെറുതാണെങ്കിൽ. വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ എക്സാമ്പിളും സിൻറ്റാക്സും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അടുത്തതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണടാ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്? സ്വിച്ചിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്വിച്ച് അതുപോലെ അതിൻ്റെ ഒരു വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പ്രഷൻ നിങ്ങളവിടെ കൊടുക്കണം. ഇനി കേസ് കോൺസ്റ്റൻസ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ. കേസ് കോൺസ്റ്റൻറ്റ് 1, കോൺസ്റ്റൻറ്റ് 2, കോൺസ്റ്റൻറ്റ് 3, അങ്ങനെ എത്ര കോൺസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാം. ഈ കോൺസ്റ്റൻ്റ് ആണെങ്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അങ്ങനെ കൊടുത്തിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്വിച്ചിൽ ആരുണ്ട്, ബ്രേക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും ഉണ്ടാവും. അതുപോലെ ഏറ്റവും അവസാനം നമ്മൾ ഇഫ് എൽസ് ഇഫ് ലാഡറിൽ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, എൽസ് കൊടുത്ത പോലെ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ ഉള്ളതാണ് ഡീഫോൾട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ധാരണ കിട്ടും. അതായത് നമ്മൾ യൂസറിനോട് എന്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഒരു നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞോടാ, ഒരു നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഒരു 0യോ 1ഓ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിനോട് പറഞ്ഞു. അപ്പോൾ യൂസർ ടൈപ്പ് ചെയ്ത് തരുമല്ലോ, ഒന്നെങ്കിൽ 0 ടൈപ്പ് ചെയ്യും അല്ലെങ്കിൽ 1 ടൈപ്പ് ചെയ്ത് തരും. ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചില വളവന്മാരാണെങ്കിൽ വേറെ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് തരും. ആ ടൈപ്പ് ചെയ്തിട്ടുള്ള സാധനം നമ്മൾ എന്തിലേക്ക് ഇൻപുട്ട് എടുത്തു, n എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഇൻപുട്ട് എടുത്തു. അപ്പോൾ യൂസർ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് തന്നു, അത് എന്നിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ n എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിളിൻ്റെ ഉള്ളിൽ ഒന്നാണ് കിടക്കുന്നത് എന്ന് കരുതുക. ഇനി നമ്മൾ സ്വിച്ച് n എന്ന് കൊടുത്തു. ഈ സ്വിച്ച് n എന്ന് കൊടുത്തിട്ട് നമ്മൾ കേസ് 1 എന്ന് കൊടുക്കാനുള്ള കാരണം എന്താ, ഈ n-ന് വരാൻ ചാൻസ് ഉള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ കേസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ യൂസറിനോട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞുള്ളത് 0ഉം 1ഉം മാത്രമാണ്. അപ്പോൾ കേസ് 1ഉം 0ഉം ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ യൂസറിനോട് പറഞ്ഞു 1 മുതൽ 10 വരെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഏതൊക്കെയായിരിക്കും കേസ് ഉണ്ടാവുക, കേസ് 1 ഉണ്ടാവും, കേസ് 2 ഉണ്ടാവും, കേസ് 3 ഉണ്ടാവും, അങ്ങനെ 4, 5, 6, 7, 8, 9 വരെ ഉണ്ടാവും. ഇനി അതല്ല, യൂസറിനോട് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ A മുതൽ Z വരെയുള്ള ഏതെങ്കിലും ലെറ്റർ ആണെങ്കിൽ അപ്പോൾ കേസ് ഏതൊക്കെയായിരിക്കും ഉണ്ടാവുക, കേസ് A ഇങ്ങനെ ഉണ്ടാവും, കേസ് A എന്ന് പറഞ്ഞിട്ടുണ്ടാവും, സി ഔട്ട് ആപ്പിള്, കേസ് B സി ഔട്ട് ബാള്, കേസ് C സി ഔട്ട് കാറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി കൊടുക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണോ നമ്മൾ ഈ പറയപ്പെട്ട സ്ഥലത്ത് കൊടുക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്, അതാണ് നമ്മളിവിടെ കേസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ 1 ആണെങ്കിൽ ഇവിടെ എന്താ ചെക്ക് ചെയ്യുക, n-ൻ്റെ വാല്യൂ 1 ആണോ ചെക്ക് ചെയ്യും. ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യും, 1 എന്ന് പ്രിന്റ് ചെയ്യും. ഇവിടെ 1 ആണ്, അപ്പോൾ എന്ത് പ്രിന്റ് ചെയ്യും, 1 എന്ന് പ്രിന്റ് ചെയ്യും. ഇനി അതല്ലെങ്കിൽ അത് 1 ആണെങ്കിൽ അവിടെ വെച്ച് പരിപാടി നിർത്തും. ബ്രേക്കിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്വിച്ചിൻ്റെയും അതേപോലെ ലൂപ്പുകളും അവിടെ വെച്ച് അവസാനിപ്പിക്കുക. എവിടെയാണോ ബ്രേക്ക് ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ വെച്ച് പരിപാടി അവസാനിപ്പിക്കും. ഇനി ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ നേരെ താഴോട്ട് ചാടാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. നേരെ താഴോട്ട് എടുത്ത് ചാടും. അപ്പോൾ ഈ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ ചെക്ക് ചെയ്യാനൊന്നും നിൽക്കില്ല. ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, ഓൾറെഡി തീരുമാനമായല്ലോ. സോ ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് കേസ് 0. ഇനിയിപ്പോൾ അതിൻ്റെ വാല്യൂ ഒരു വളവനായിരുന്നു, ഇനി 2 ആണ് ടൈപ്പ് ചെയ്ത് വെച്ചെന്ന് വിചാരിക്കുക. സോ കേസ് 0 ആണ് ചെക്ക് ചെയ്യും. ഇതിൻ്റെ വാല്യൂ n-ൻ്റെ വാല്യൂ 0 ആണോ, അല്ല, അപ്പോൾ ഇതും വർക്കാവില്ല. അതും വർക്കായിട്ടില്ലെങ്കിലാണ് നമ്മൾ ഡീഫോൾട്ട് കൊടുക്കുക. ഡീഫോൾട്ടിൽ എന്ത് കൊടുത്തു, ഇൻവാലിഡ് എന്ന് കൊടുത്തു. ഒന്നും സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിലുള്ള സാധനമാണ് ഡീഫോൾട്ടിൽ നമ്മൾ കൊടുക്കുക. എക്സാമ്പിളും അതുപോലെ എന്തും പഠിച്ചിരിക്കണം, സിൻറ്റാക്സും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ട സാധനമാണ് ഇയാൾ. കമ്പാരിസൺ ബിറ്റ്വീൻ സ്വിച്ച് ആൻഡ് ഇഫ് എൽസ് ഇഫ് ലാഡർ. രണ്ടുപേരും എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും എന്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാ, മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ചെക്കിങ് ഇക്വാളിറ്റി. ഇക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ഇങ്ങോട്ട് നോക്കിയടാ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു n-ൻ്റെ വാല്യൂ 1 ആണോ നോക്കും, n-ൻ്റെ വാല്യൂ 0 ആണോ നോക്കും, n-ൻ്റെ വാല്യൂ 5 ആണോ നോക്കും, n-ൻ്റെ വാല്യൂ A ആണോ നോക്കും, n-ൻ്റെ വാല്യൂ 10 ആണോ നോക്കും. ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. n-ൻ്റെ വാല്യൂ 10നേക്കാൾ കൂടുതലാണോ, ആ പരിപാടി ഇതിൽ നടക്കുമോ, നടക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഓൺലി ഇക്വാളിറ്റി. ഇക്വാളിറ്റി ചെക്ക് ചെയ്യുക, ഈക്വൽ ആണോ അല്ലേ ചെക്ക് ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ എന്തിൽ നടക്കുള്ളൂ, സ്വിച്ചിൽ നടക്കുള്ളൂ. ഇവിടെയാണെങ്കിലോ എനി റിലേഷണൽ ഓർ ലോജിക്കൽ ഓപ്പറേറ്റർ, ഗ്രേറ്റർ ദാനും ലെസ് ദാനും നോട്ട് ഈക്വൽ ടു ഈക്വൽ ടു ഏത് പരിപാടിമാരുടെ അടുത്ത് പോകും, ഇഫ് എൽസ് ഇഫ് ലാഡറിൻ്റെ അടുത്ത് പോകും. ഇനി അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്, കേസ് കോൺസ്റ്റൻറ്റ് ഈസ് ഇൻഡിജർ ഓർ എ ക്യാരക്ടർ. കേസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ n-ൻ്റെ വാല്യൂ ഉണ്ടല്ലോ, തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, കേസ് 1, 2, 3, അതായിട്ട് എന്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ഇൻഡിജർ അല്ലെങ്കിൽ ക്യാരക്ടർ മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെയാണെങ്കിലോ ആ പ്രശ്നമൊന്നുമില്ല. ക്യാൻ കമ്പയർ അഗെയിൻസ്റ്റ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഇൻക്ലൂഡിങ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ്. ഇവിടെ ഫ്ലോട്ടിംഗ് നമ്പർ പറ്റുമോ, പറ്റത്തില്ല. അടുത്ത് പറയുന്നത് എന്താണ്, യൂസസ് ഡീഫോൾട്ട്. എന്താണ് യൂസ് ചെയ്യുന്നത്, ഡീഫോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. എപ്പോൾ, നോ മാച്ചസ് ഈസ് ഫൗണ്ട്. ഒരു മാച്ചും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ യൂസ് ചെയ്യുക, ഡീഫോൾട്ടാണ് യൂസ് ചെയ്യുക. ആൻഡ് ബ്രേക്ക് ഈസ് യൂസ്ഡ് ടു എക്സിറ്റ്. ഏതാണ് യൂസ് ചെയ്യുന്നത്, ബ്രേക്കാണ് എക്സിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ ഒറ്റ സാധനം ട്രൂ ആയിട്ടില്ലെങ്കിൽ അവിടെ ഏത് ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത്, എൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാടാ, ഡീഫോൾട്ടാണ്. ക്ലിയർ ആണല്ലോ. ഇതോടുകൂടി നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് തീരുകയാണ്. ഇനിയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഐട്രേഷൻ അല്ലെങ്കിൽ ലുപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ലുപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് അലോ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് സെറ്റ് ഓഫ് 1 or more സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിപ്പീറ്റഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഏതൊക്കെയാണ് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത്? വൈൽ ഉണ്ട്, ഫോർ ഉണ്ട്, ഡു വൈൽ ഉണ്ട്. ആരൊക്കെയാടാ? ഫോർ, വൈല്, ഡു വൈല്. ലൂപ്പ് കോമ്പണൻസ്, ഒരു ലൂപ്പിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ആദ്യം ഒരു ലൂപ്പ് നമുക്കൊന്ന് പറയാം, അതിനുശേഷം നമുക്ക് കോമ്പണൻസ് പറയാം. അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് വൺ ആണ് ഫോർ ലൂപ്പ്. ആരാടാ? ഫോർ ലൂപ്പ്. അതിലുള്ള കോമ്പണൻസ് ആണ്, ഫസ്റ്റ് വൺ ആണ് ഇനീഷ്യലൈസേഷൻ. പിന്നെ ആരാടാ? ടെസ്റ്റ് എക്സ്പ്രഷൻ. നേരത്തെ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ഇയാൾ എന്ത് പേരും കൂടെ വിളിക്കാം, കണ്ടീഷൻ എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ആണ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ബോഡി ഓഫ് ദ ലൂപ്പ്. ക്ലിയർ ആണല്ലോ? ഇയാളെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ലൂപ്പിംഗ് വേരിയബിളിൻ്റെ ഇനീഷ്യലൈസേഷൻ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? 1 എന്നാണ്. അത് ഏതുവരെ ഈ പറയപ്പെട്ട ലൂപ്പിംഗ് പരിപാടി പോകണമെന്ന് തീരുമാനിക്കുന്നത് ഈ ടെസ്റ്റ് എക്സ്പ്രഷനാണ്, അല്ലെങ്കിൽ ഈ കണ്ടീഷനാണ്. എന്താണ് കൊടുത്തിട്ടുള്ളത്? i <= 10. അതായത് ഐൻ്റെ വാല്യൂ മാക്സിമം ഏതുവരെ പോകാൻ പാടുള്ളൂ? 10 വരെ പോകാൻ പാടുള്ളൂ എന്നാണ് അതിനർത്ഥം. അടുത്തതായിട്ട് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താ കൊടുത്തിട്ടുള്ളത്? i++. ഐൻ്റെ വാല്യൂ എത്ര വീതം കൂട്ടി പോകണം? 1 വീതം. i++ പറഞ്ഞാൽ എന്താ? ഓരോന്ന് വീതമല്ലേ കൂട്ടി പോകുന്നത്. പിന്നെ എന്താണ് ബോഡി ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്? cout i എന്നാണ് ബോഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാടാ, ഇവിടെ ഫോറിൻ്റെ കൂട്ടത്തിൽ എന്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു? ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് മക്കളെ? ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ബ്രാക്കറ്റ് എപ്പോഴേ ഇടേണ്ട ആവശ്യമുള്ളൂ? ഇവിടെ താഴെ കുറേ ലൈൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലാണ് ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമുള്ളൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കമ്പ്യൂട്ടറിന് എന്ത് മനസ്സിലാവും? കമ്പൈലറിന് എന്ത് മനസ്സിലാവും? ഇയാളുടെ നേരെ താഴെയുള്ള ആൾ ഇയാളുടെ സ്വന്തം സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാവും. അതിൻ്റെ താഴെ അടുത്ത ലൈൻ ഉണ്ടെങ്കിൽ അത് ഇയാളുടെ ആളായിട്ട് പരിഗണിക്കൂല. ഈ ലൂപ്പ് എപ്പോഴാണോ തീരുന്നത് അപ്പോഴാണ് അത് വർക്കാവുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു പരിപാടി നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. നോക്കിയടാ, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇനീഷ്യലൈസേഷനാണ്. i എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ എന്ത് സ്റ്റോർ ചെയ്ത് വെക്കും? 1 സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ എങ്ങോട്ടാ പോവുക? ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകും, കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് പോകും. കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഐൻ്റെ വാല്യൂ 10നേക്കാൾ ചെറുതാണോ? ആണോ? അല്ലേ? ആണെങ്കിൽ മൂപ്പര് നേരെ എങ്ങോട്ട് ഇറങ്ങും? നമ്മളുടെ ബോഡിയിലേക്ക് ഇറങ്ങും. എങ്ങോട്ട് ഇറങ്ങൂടാ? ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് ഇറങ്ങും. ബോഡിയിൽ എന്താ പറയുന്നത്? cout i പ്രിൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ 1 പ്രിൻറ്റ് ചെയ്യും. ബോഡി കഴിഞ്ഞ ഉടനെ മൂപ്പര് എങ്ങോട്ടാണ് പോവുക? നേരെ അപ്ഡേഷനിലേക്കാണ് പോവുക. എങ്ങോട്ടാണ് പോവുക? അപ്ഡേഷനിലേക്കാണ് പോവുക. അപ്പോൾ ആദ്യം ഇവിടെയാണ് പരിപാടി. അത് കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ട് ഇറങ്ങും? ഇങ്ങോട്ട് ഇറങ്ങും. രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആണല്ലോ? ഇനി i++, ഐൻ്റെ വാല്യൂ ഒന്നും കൂടെ കൂട്ടി കൊടുക്കും. അപ്പോൾ ഐൻ്റെ വാല്യൂ 1 ഉണ്ടായിരുന്നിടത്ത് അവിടെ എന്തായിട്ട് മാറും? ഒന്നും കൂടെ കൂട്ടിയിട്ട് 2 മാറും. അത് കഴിഞ്ഞതിന് ശേഷം അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം നേരെ ഇങ്ങോട്ടാണ് ചാടുക. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്, 4ാമത്തെ സ്റ്റെപ്പായിട്ട് കിടക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യം ഇനീഷ്യലൈസേഷൻ, പിന്നെ അങ്ങോട്ട് പോവാടാ കണ്ടീഷനിലേക്ക് പോകും. കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ബോഡിയിലേക്ക് വരും. ബോഡിയിൽ നിന്ന് വീണ്ടും എങ്ങോട്ട് പോകും? അപ്ഡേഷനിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടീഷൻ, പിന്നെ എങ്ങോട്ടാണ്? ബോഡിയിലേക്കാണ് വരുന്നത്. എങ്ങോട്ട് പോകില്ല? ഇനീഷ്യലൈസേഷനിലേക്ക് പോകില്ല. ഒന്നുകൂടെ പറയാം, ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ബോഡി, അപ്ഡേഷൻ, കണ്ടീഷൻ, ബോഡി, അപ്ഡേഷൻ, കണ്ടീഷൻ, ബോഡി, അപ്ഡേഷൻ, കണ്ടീഷൻ, ബോഡി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ കറക്കം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇപ്പം എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 2 മാറിയിട്ടുണ്ട്. 2 എന്ന് പറയുന്നത് 10നേക്കാൾ ചെറുതാണോ? ആണ്. അപ്പോൾ നേരെ ബോഡിയിൽ വരും. ബോഡിയിൽ എന്താ പറയുന്നത്? cout i പ്രിൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ 2 പ്രിൻറ്റ് ചെയ്ത് കൊടുക്കും. പ്രിൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അപ്ഡേഷനിലേക്ക് പോകും. അപ്ഡേഷനിൽ എന്താ പറയുന്നത്? i++ ഒന്നും കൂടെ കൂട്ടി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വാല്യൂ 3 മാറും. അങ്ങനെ നമ്മൾ നേരെ താഴെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ 3 പ്രിൻറ്റ് ചെയ്യും, 4, 5, 6, 7, 8, 9 വരെ പ്രിൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. 9 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നേരെ പോകും i++. അതിൻ്റെ വാല്യൂ ഒന്നും കൂടെ കൂട്ടി കൊടുക്കണം. അതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിൻ്റെ വാല്യൂ 10നേക്കാൾ ചെറുതാണോ? ചെറുതല്ല, പക്ഷേ ഇവിടെ ഈക്വലിറ്റും കൂടെ ഉള്ളതുകൊണ്ട് ഈക്വൽ ആണ്. അപ്പോൾ ഓക്കെ ആണ്. നേരെ താഴോട്ട് ഇറങ്ങും. താഴെ എന്താ പറയുന്നത്? i പ്രിൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ i പ്രിൻറ്റ് ചെയ്യും, 10 പ്രിൻറ്റ് ചെയ്യും. ഇനി എന്താ പറയുന്നത്? നേരെ അപ്ഡേഷനിലേക്ക് പോകും. അപ്ഡേഷനിൽ i++, അതിൻ്റെ വാല്യൂ 10 എഴുതി മാറിയിട്ട് 11 ആയിട്ട് മാറും. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും. 11 എന്ന് പറയുന്നത് 10നേക്കാൾ ചെറുതാണോ? അല്ല. 10 ഈക്വലാണോ? അല്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് മൂപ്പര് നേരെ പുറത്തേക്ക് ചാടും. അപ്പോൾ ബോഡിന്നോ അല്ലെങ്കിൽ അപ്ഡേഷനോ അല്ല ലൂപ്പിൻ്റെ പുറത്ത് കിടക്കുക. ലൂപ്പിൻ്റെ പുറത്ത് എവിടെ നിന്നാണ് കിടക്കുന്നത്? കണ്ടീഷൻ എന്നാണ് പുറത്ത് കിടക്കുന്നത്. കണ്ടീഷൻ എപ്പോഴാണോ ഡിസാറ്റിസ്ഫൈ ചെയ്യുന്നത് അപ്പോൾ മൂപ്പര് പുറത്ത് പോകും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ പറയപ്പെട്ട ആളുകളെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. ഇനീഷ്യലൈസേഷനും കണ്ടീഷനും അപ്ഡേഷനും ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോവാം. ഇവിടെ വൈൽ ലൂപ്പിൻ്റെ പരിപാടി എങ്ങനെയാണ്? ആദ്യം തന്നെ ഇനീഷ്യലൈസേഷനാണ്. അപ്പോൾ i = 1 എന്നുള്ള ആദ്യം തന്നെ കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം വൈൽ, പിന്നെ നമ്മളുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊടുത്തു. അതിൻ്റെ വാല്യൂ 10നേക്കാൾ ചെറുതാക്കിയിട്ട് എഴുതി കൊടുത്തു. എന്നിട്ട് ബോഡി ഓഫ് ദ ലൂപ്പ്, അതായത് നമ്മളുടെ cout i കൊടുത്തു അവിടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കോ, അപ്ഡേഷൻ എവിടെയാണ് കിടക്കുന്നത്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ബോഡീൻ്റെ കൂട്ടത്തിലാണ് ആര് കിടക്കുന്നത്? അപ്ഡേഷൻ കിടക്കുന്നത്. ഇങ്ങനെയാണ് എന്തിൻ്റെ പരിപാടി? വൈൽ ലൂപ്പിൻ്റെ പരിപാടി. ഈ സിൻറ്റാക്സും എക്സാമ്പിളും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം.
നെക്സ്റ്റ് ആണ് ഡു വൈൽ ലൂപ്പ്. ആരാടാ? ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പിൽ ആദ്യം തന്നെ ഇനീഷ്യലൈസേഷനാണ്. അത് കഴിഞ്ഞിട്ട് ഡു ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്താണ്? ബോഡി ഓഫ് ദ ലൂപ്പ്. ആദ്യം തന്നെ ബോഡി ഓഫ് ദ ലൂപ്പ്, അത് കഴിഞ്ഞിട്ട് ബോഡി ഓഫ് ദ ലൂപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് അപ്ഡേഷൻ കിടക്കുന്നത്. അപ്ഡേഷനും കഴിഞ്ഞ് ബ്രാക്കറ്റും ക്ലോസ് ചെയ്തിട്ടാണ് നമ്മളുടെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ കിടക്കുന്നത്. അതായത് മക്കളെ, ആദ്യം തന്നെ ഇനീഷ്യലൈസ് ചെയ്തു, എന്നിട്ട് എന്ത് വർക്ക് ചെയ്തു? ബോഡി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്ഡേഷനും കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് ചെല്ലുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ചെല്ലുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ കണ്ടീഷൻ നേരെ തിരിച്ച് ഇങ്ങനെയാണ് ഇട്ട് കൊടുത്തിരുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ 10നേക്കാൾ വലുതാവണമെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ 10നേക്കാൾ വലുതാണോ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ? അല്ല. എന്നിരുന്നാൽ പോലും ഇവിടെ ഒരു പ്രാവശ്യം ഇത് വർക്കാവൂലേ? ആവുമല്ലോ. 1 പ്രിൻറ്റ് ചെയ്യുമല്ലോ. 1 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ ഒന്നും കൂടെ മാറ്റും. ആ വൈൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതിൻ്റെ വാല്യൂ എത്രയാണ്? 2 എന്ന് പറയുന്നത് 10നേക്കാൾ വലുതാണോ? ആണോ? അല്ലല്ലോ. അപ്പം മൂപ്പര് പരിപാടി നിർത്തും. നേരെ മറിച്ച് നമ്മളുടെ വൈൽ ലൂപ്പിലാണ് ഞാൻ ഇതേ പരിപാടി ചെയ്തതെന്ന് വിചാരിക്കുക. ഈ ചിഹ്നം മാറ്റിയിട്ട് ഈ ചിഹ്നം ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ എന്താ സംഭവിക്കുക? അതിൻ്റെ വാല്യൂ 1 നേരെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, 1 10നേക്കാൾ വലുതാണോ? ആണോ? അല്ല. അവിടെ വെച്ച് പരിപാടി നിർത്തും. സോ ഈ പറയപ്പെട്ട വൈലിലും അതുപോലെ ഫോറിലും നമ്മളുടെ സൈന് നേരെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൂപ്പ് എന്ത് ചെയ്യാൻ നിൽക്കില്ല? റൺ ചെയ്യാൻ നിൽക്കില്ല. അതുകൊണ്ട് ആ പറയപ്പെട്ട 2 പേരെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. എന്താണ് പേര് വിളിക്കുക? എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ബോഡിയിലേക്ക് കടക്കുമ്പോൾ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടേ ഉള്ളിലേക്ക് കയറ്റി വിടുള്ളൂ. ഓക്കെ. പക്ഷേ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് നമ്മളുടെ ഡു വൈലിൻ്റെ കേസിലാണെങ്കിലോ എവിടെയാണ് നമ്മളുടെ ലൂപ്പ് കണ്ടീഷൻ കിടക്കുന്നത്? ബോഡിക്ക് ശേഷമാണ് കണ്ടീഷൻ കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും ബോഡി ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനമാണ് എന്ത്? കമ്പാരിസൺ ബിറ്റ്വീൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. നോക്കിയടാ, ഒന്നാമത്തെ സാധനം കണ്ടീഷൻ ബിഫോർ ലൂപ്പ് ബോഡി. ലൂപ്പ് ബോഡീൻ്റെ മുൻപാണ് എന്തുണ്ടാവുക? കണ്ടീഷൻ ഉണ്ടാവുക. ഇവിടെയോ കണ്ടീഷൻ ആഫ്റ്റർ ലൂപ്പ് ബോഡി. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബാക്കിലേക്ക് പോയി നോക്കിയാൽ മതി. നെക്സ്റ്റ് ആണ് ലൂപ്പ് വിൽ റൺ ഓൺലി ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇവിടെ റൺ ചെയ്യുള്ളൂ, എൻട്രി കൺട്രോൾഡ് ലൂപ്പ് റൺ ചെയ്യുള്ളൂ. പക്ഷേ എക്സിറ്റ് ആണെങ്കിലോ ലൂപ്പ് വിൽ റൺ ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ഓർ ഫാൾസ്. ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളതൊന്നും വിഷയമല്ല. ലൂപ്പ് എന്ത് ചെയ്തിരിക്കും? അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു പ്രാവശ്യമെങ്കിലും റൺ ചെയ്തിരിക്കും. ഇനിയോ എക്സാമ്പിൾസ് നോക്കിയാടാ. ഇവിടെ എക്സാമ്പിൾ ഫോറും വൈലും ആണ്. ഇവിടെ എക്സാമ്പിൾ ആരാടാ? ഡു വൈലാണ്. നെക്സ്റ്റ് ആണ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്. എന്താണ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ? ഈ നെസ്റ്റിംഗ് എന്നുള്ള ടേമിൻ്റെ കൂടെ എന്ത് വന്നാലും ആലോചിച്ചോളി, ഒന്നിൻ്റെ ഉള്ളിൽ മറ്റേത് വരിക. അപ്പോൾ നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലേസിംഗ് എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ്. പ്ലേസിംഗ് എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ് ഈസ് കോൾഡ് നെസ്റ്റിംഗ് ഓഫ് ലൂപ്പ്. ഇനി പരീക്ഷയ്ക്ക് ഇതേ സാധനം നെസ്റ്റിംഗ് ഓഫ് ഈഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പ്ലേസിംഗ് എ ഈഫ് അനദർ ഈഫ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നമ്മളുടെ ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. ആ സമയത്ത് അത് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. ലാസ്റ്റ് ടോപ്പിക്കാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണടാ? ലാസ്റ്റ് ടോപ്പിക്കാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമ്മളുടെ പ്രോഗ്രാം ഇങ്ങനെ വരിക്ക് റൺ ചെയ്ത് വരികയാണ്. താഴേക്കാണല്ലോ റൺ ചെയ്ത് വരിക. ഇവിടുന്ന് നേരെ എടുത്തിട്ട് ചാടിച്ചിട്ട് താഴേക്ക് ചാടിക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുക? മര്യാദക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോഗ്രാമിൻ്റെ കൺട്രോളിനെ മാറ്റി വിടുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 4 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം ഓരോരുത്തരെ പറ്റിയിട്ടും. ഫസ്റ്റ് വൺ ആണ് ഗോ ടു. ആരാണ്ടാ? ഗോ ടു എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എ ലേബൽ. ഒരു ലേബലിലേക്ക് ട്രാൻസ്ഫർ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗോറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ലേബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 3 ഐഡൻറ്റിഫയേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? വേരിയബിൾ, ലേബൽ, ഫംഗ്ഷൻ നെയിം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നെയിം ഗിവൺ ടു മെമ്മറി ലൊക്കേഷൻ. ലേബൽ എന്ന് പറഞ്ഞാലോ നെയിം ഗിവൺ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുക്കുന്ന പരിപാടിക്കാണ് ലേബൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എന്തോ ഒരു ലേബൽ ഇട്ട് കൊടുത്തു, ഒരു പേരിട്ട് കൊടുത്തു. ലേബൽ എന്ന് പറഞ്ഞിട്ട് ലേബൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഐഡൻറ്റിഫയർ ആണല്ലോ. നിങ്ങളുടെ പേര് വേണമെങ്കിൽ നിങ്ങളുടെ പേര് ഇട്ട് കൊടുക്കുക. കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂൾസ് ഫോർ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്ത് പേര് വേണമെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് കൊടുത്തു? ഗോ ടു ലേബൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂപ്പര് നേരെ ഇങ്ങോട്ട് ചാടും. എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തതാണ് ബ്രേക്ക്. ആരാണടാ? ബ്രേക്ക് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. എവിടെയാണ് പരിചയപ്പെട്ടത്? സ്വിച്ച് പഠിച്ച സമയത്ത് ബ്രേക്ക് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ബ്രേക്കിൻ്റെ പരിപാടി എന്താ? ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ഔട്ട്സൈഡ് ദ ലൂപ്പ് ഓർ സ്വിച്ച്. ഒരു ലൂപ്പിൻ്റെയോ സ്വിച്ചിൻ്റെയോ പുറത്തേക്ക് പ്രോഗ്രാം കൺട്രോളിനെ കൊണ്ടുപോകുന്ന പരിപാടിയാണ് ആരെടുക്കുന്നത്? ബ്രേക്ക് എടുക്കുന്നത്. പിരിയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ i = 1, i < or = 10, i++. മക്കളെ, നമ്മൾ നേരത്തെ പഠിച്ച ഒരു ആലോചന വെച്ചിട്ടൊന്ന് മനസ്സിലാക്കിയേ. അതിൻ്റെ വാല്യൂ 1, അതിൻ്റെ വാല്യൂ മാക്സിമം ഏത് വരെ പോകാം? 10 വരെ പോകാം. i++. ഇതിൻ്റെ നേരെ താഴത്ത് എന്ത് കൊടുത്തു? C out i എന്ന് കൊടുത്തിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ഏത് മുതൽ ഏത് വരെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നുണ്ടാവുക? 1 മുതൽ 10 വരെ പ്രിൻറ്റ് ചെയ്യും. ഇത് ഓക്കെ ആണല്ലോ? ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരാളെ എക്സ്ട്രാ കയറ്റി വിട്ടിട്ടുണ്ട്. എന്താ? ഇഫ് I = 5, ഐൻ്റെ വാല്യൂ 5 ആവണ സമയത്ത് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ബ്രേക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഐൻ്റെ വാല്യൂ 1 ആയിക്കാരം. അപ്പോൾ 1 പ്രിൻറ്റ് ചെയ്യും. പിന്നെ 2 ആവും 2 പ്രിൻറ്റ് ചെയ്യും, 3 ആവും 3 പ്രിൻറ്റ് ചെയ്യും, 4 ആവും 4 പ്രിൻറ്റ് ചെയ്യും. പിന്നെ എന്താവുക? 5 ആവും. 5 ആയിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആവില്ലേ? ട്രൂ ആവും. ട്രൂ ആയാൽ നേരെ അങ്ങോട്ട് ചെല്ലും, ബ്രേക്കിൻ്റെ അടുത്തേക്ക് ചെല്ലും. ബ്രേക്കിൻ്റെ അടുത്തേക്ക് ചെന്നാൽ ബ്രേക്കിൻ്റെ സ്വഭാവം മൂപ്പര് നേരെ പ്രോഗ്രാം കൺട്രോൾ എടുത്ത് പുറത്ത് കൊണ്ടുപോയിടും. അപ്പോൾ ഇനി ബാക്കി ലൂപ്പ് റൺ ചെയ്യാൻ നിൽക്കുമോ? റണ്ണ് ചെയ്യത്തില്ല. അതാണ് ആരുടെ പ്രത്യേകത? ബ്രേക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്നെങ്കിൽ ലൂപ്പിൻ്റെ പുറത്തെടുത്തിടും, അതല്ലെങ്കിൽ സ്വിച്ചിൻ്റെ പുറത്തെടുത്തിടും. നമ്മൾ സ്വിച്ച് പറഞ്ഞ സമയത്ത് ആ ബ്രേക്ക് ആക്ടിവേറ്റ് ആയിട്ട് പുറത്തേക്ക് വരും എന്നുള്ളത് നമ്മളപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? അടുത്തത് ആളാണ് കണ്ടിന്യൂ. ആരാണടാ? കണ്ടിന്യൂ. കണ്ടിന്യൂവിൻ്റെ പരിപാടി എന്താണ്? മൂപ്പര് ലൂപ്പിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എവിടെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂടാ? ലൂപ്പിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു ദ നെക്സ്റ്റ് ഐട്രേഷൻ. തൊട്ടടുത്ത ഐട്രേഷനിലേക്ക് പ്രോഗ്രാം കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നോക്കിക്കോ. I = 1, I <= 10, I++. ഏത് മുതൽ ഏത് വരെ പ്രിൻറ്റ് ചെയ്യും? 1 മുതൽ 10 വരെ പ്രിൻറ്റ് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 വരെ പ്രിൻറ്റ് ചെയ്യും. ഏതില്ലെങ്കിൽ ഈ ഒരു സാധനം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിവിടെ ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് പരിപാടി നോക്കിയേ? ആദ്യം 1 പ്രിൻറ്റ് ചെയ്യും, 2 പ്രിൻറ്റ് ചെയ്യും, 3 പ്രിൻറ്റ് ചെയ്യും, 4 പ്രിൻറ്റ് ചെയ്യും. ഇതിലൊന്നും ആർക്കും സംശയമില്ലല്ലോ. പിന്നെ 5 ആവുന്ന സമയത്താണല്ലോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്താൽ അവിടെ എന്ത് റണ്ണാവും? കണ്ടിന്യൂ റണ്ണാവും. കണ്ടിന്യൂ സാറ്റിസ്ഫൈ ആവുന്നതോടുകൂടി കണ്ടിന്യൂ റണ്ണാവും. കണ്ടിന്യൂ റണ്ണായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ താഴെയുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഇതിനായിട്ട് സ്കിപ്പ് ചെയ്യും. ഇയാൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് മൂപ്പര് നേരെ അങ്ങോട്ട് ചാടും, അടുത്ത ഐട്രേഷനിലേക്ക് പോകും. അതോടുകൂടി സി ഔട്ട് ഐ എന്ന് പറയുന്ന ഐൻ്റെ വാല്യൂ 5 ആവുന്ന സമയത്ത് സി ഔട്ട് ഐ എന്ന് പറയുന്ന സാധനം റണ്ണ് ചെയ്യാതിരിക്കും. എന്നിട്ട് നേരെ I++ അപ്ഡേഷനിലേക്ക് പോകും. അതോടുകൂടി ഐൻ്റെ വാല്യൂ 5 മാറിയിട്ട് എന്തായിട്ട് മാറും? 6 ആയിട്ട് മാറും. 6 10നേക്കാൾ ചെറുതാണ്, നേരെ താഴോട്ട് വരും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. എൽസ് സി ഔട്ട് ഐ എന്ന് പറയും. 6 പ്രിൻറ്റ് ചെയ്യാൻ പറയും. സോ നേരെ 6 പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ആരവിടെ മിസ്സാവും? 5 മിസ്സാവും. അതാണ് പറഞ്ഞത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു ദ നെക്സ്റ്റ് ഐട്രേഷൻ. അടുത്ത ഐട്രേഷനിലേക്ക്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്കിപ്പ് ആൻ ഐട്രേഷൻ. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു ഐട്രേഷനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? കണ്ടിന്യൂ. അടുത്തതാണ് റിട്ടേൺ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ കൺട്രോൾ ബാക്ക് ടു ദ കാളിംഗ് പ്രോഗ്രാം ഓർ ടു കം ഔട്ട് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ പുറത്ത് കടക്കുന്നതിനോ കാൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകുന്നതിനോ വേണ്ടി ഉപയോഗിക്കുന്നതാണ് റിട്ടേൺ. എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഈ കാളിംഗ് പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകുക എന്നുള്ള പരിപാടിയൊക്കെ നമുക്ക് 10th ചാപ്റ്റർ ആയിട്ടുള്ള ഫംഗ്ഷൻസിലാണ് പഠിക്കാനുള്ളത്. ആ സമയത്ത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സിൻഡാക്സ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻഡാക്സ് എഴുതാനാണ്. സിൻഡാക്സും എക്സാമ്പിളും പഠിക്കണം എന്ന് നിർബന്ധമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടൊന്ന് ബാക്കിലേക്ക് നോക്കിയിട്ട് അതൊന്ന് എഴുതിയെടുക്കുക. അടുത്ത എന്താണ്? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു നെസ്റ്റഡ് ഇഫിൻ്റെ എക്സാമ്പിളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോറി, നെസ്റ്റഡ് ഇഫ് അല്ല, നെസ്റ്റഡ് ഫോർ ലൂപ്പിൻ്റെ എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കുമെന്ന് വിചാരിച്ചാൽ. അങ്ങനെയാണെങ്കിൽ എഴുതി കൊടുക്കേണ്ട സാധനമാണ് ഈ എഴുതി തന്നിട്ടുള്ളത്. ഒരു ഫോർ ലൂപ്പ്, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഫോർ ലൂപ്പ്, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊടുത്തു. ഇതിനെയാണ് നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആദ്യം ഒരു ഇഫ് ഉണ്ടാവും, ഐഫിൻ്റെ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അടുത്തൊരു ഇഫ് ഉണ്ടാവും, അതിൻ്റെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ബോഡി എഴുതിയിട്ടുണ്ടാവും. ആ ബോഡി ക്ലോസ് ചെയ്യുന്നു, ഇതും ക്ലോസ് ചെയ്യുന്നു. ഈ പരിപാടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആൻ ഇഫ് ഇൻസൈഡ് അനദർ ഇഫ് ഈസ് കോൾഡ് നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ആണ് റൈറ്റ് ഡൗൺ ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിച്ചിൻ്റെ സിൻഡാക്സും എക്സാമ്പിളും പഠിച്ചിരിക്കണം. എക്സാമ്പിൾ നമ്മളുടെ നോട്ടിലുണ്ട്, അത് അതുപോലെ എഴുതി കൊടുക്കേണ്ട ആവശ്യം അവിടെ ഉള്ളൂ. അടുത്തതാണ് കമ്പയർ സ്വിച്ച് ആൻഡ് ഇഫ് എൽസ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഒരു കമ്പാരിസൺ ടേബിൾ ആയിട്ട് നമ്മൾ ഓൾറെഡി നോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നേരെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വീണ്ടും പറയുകയാണെങ്കിൽ കമ്പാരിസൺ ആയിട്ട് ടേബിളായിട്ട് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സുകളിൽ തരുന്ന എന്തെല്ലാം ടേബിളുകളുണ്ടോ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? വൈൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ആണ്. കണ്ടിന്യൂ ആണോ? അല്ല. ഇയാൾ ആരാടാ? ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഫോർ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ആണ്. അതുപോലെ ഡു വൈലോ? ഡു വൈലും ആണ്. അടുത്തതാണ് വാട്ട് ആർ ദ 4 എലമെൻറ്റ്സ് ഓഫ് C++ ലൂപ്പ്? ലൂപ്പിൻ്റെ 4 എലമെൻറ്റ്സ് ഏതൊക്കെയാണോ? ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷന്, അപ്ഡേഷന്, ബോഡി ഓഫ് ലൂപ്പ്. 4 കോമ്പണൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫോർ ലൂപ്പിൻ്റെ. ആ 4 കോമ്പണൻസ് അവിടെ എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് ആണ് അടുത്ത സാധനം,
വാട്ട് ഈസ് ദ യൂസ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പ്രോഗ്രാം, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് അവൈലബിൾ ഇൻ C++ൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? റിട്ടേൺ ഉണ്ട്, ഗോറ്റ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, കണ്ടിന്യൂ ഉണ്ട്. 4 പേരെ പറ്റിയിട്ട് എഴുതി കൊടുക്കണം. അതുപോലെ അവരുടെ എക്സാമ്പിൾ അല്ലെങ്കിൽ സിൻറ്റാക്സ് എഴുതി കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോഴാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക. അടുത്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ. ആരൊക്കെയാടാ? ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള സാധനം തന്നെയാണ് ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് വിത്ത് സ്വിച്ച് ആൻഡ് ലൂപ്പ്. സ്വിച്ചിലും ലൂപ്പിലും എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണെങ്കിലോ ലൂപ്പിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്ത എന്താണ്? ഫോഴ്സസ് ദ ടെർമിനേഷൻ ഓഫ് ദ ലൂപ്പ് ഈവൻ ദോ ദ കണ്ടീഷൻ ഈസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ആ ഒരു ലൂപ്പ് അതോടുകൂടി അവസാനിപ്പിക്കാൻ അതിൻ്റെ ടെർമിനേഷന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്ന പരിപാടിയാണ് ബ്രേക്ക് എന്ന് പറയുന്നത്. കണ്ടിന്യൂ അങ്ങനത്തെ പരിപാടിയാണോ? അല്ല. ഇറ്റ് ഫോഴ്സസ് ദ നെക്സ്റ്റ് ഐട്രേഷൻ, തൊട്ടടുത്ത ഐട്രേഷന് വേണ്ടിയിട്ട് മാത്രമേ ഫോഴ്സ് ചെയ്യുള്ളൂ. ലൂപ്പ് അവസാനിപ്പിക്കുന്ന പരിപാടി ആയിരിക്കില്ല കണ്ടിന്യൂവിൽ ഇല്ല. നെക്സ്റ്റ് ആണ് ബ്രേക്ക്. എ ബ്രേക്ക് ഇൻസൈഡ് ലൂപ്പ് വിൽ അബോർട്ട് ദ ലൂപ്പ് ആൻഡ് ട്രാൻസ്ഫർ കൺട്രോൾ ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോയിങ് ദ ലൂപ്പ്. ബ്രേക്കിൻ്റെ പരിപാടി എന്താണ്? ഒരു ലൂപ്പിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതോടുകൂടി അവസാനിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലൂപ്പ് അതോടുകൂടി അവസാനിപ്പിച്ചിട്ട് മൂപ്പര് നേരെ അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക്, ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫോർ ലൂപ്പിൻ്റെ സാധനം ഇവിടെ നമ്മളുടെ ബ്രേക്ക് എപ്പോഴാണോ എനേബിൾ ആവുന്നത് അവിടെ വെച്ച് മൂപ്പര് നേരെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് എന്ത് പറയുന്നത്? ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ജസ്റ്റ് അബാൻഡൻ ദ കറൻറ്റ് ഐട്രേഷൻ. ആ ഒരു ഐട്രേഷൻ മാത്രമേ സ്കിപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ആ i = 5 ആണെങ്കിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിം പരിപാടി. കറൻറ്റ് ഐട്രേഷൻ ആൻഡ് ലെറ്റ് ദ ലൂപ്പ് സ്റ്റാർട്ട് നെക്സ്റ്റ് ഐട്രേഷൻ, തൊട്ടടുത്ത ഐട്രേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. എന്ത് ചെയ്യത്തില്ല? ലൂപ്പ് അതോടുകൂടി അവസാനിപ്പിക്കുന്ന പരിപാടി മൂപ്പർക്ക് ഇല്ല. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ 7 ആളുകളെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ആരൊക്കെയാ? ഇഫ് എൽസ്, ഫോർ, വൈൽ, ഡു വൈൽ, സ്വിച്ച്. ഈ ആളുകളെ പറ്റിയിട്ടുള്ള സിൻറ്റാക്സും അതുപോലെ എക്സാമ്പിളും അതുപോലെ നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ 2-3 കമ്പാരിസൺസ് പറയുന്നുണ്ട്. ആ കമ്പാരിസൺസും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ നിർത്തുന്നു. താങ്ക് യു.